ഹായ് ഗായ്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 5ാമത്തെ നോമ്പായില്ലേ? എത്ര പെട്ടെന്നാ തുടങ്ങിയാൽ പിന്നെ വേഗം അങ്ങ് തീരും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല ബീഫ് ഒലത്തിയതും ബീഫ് ഞമണ്ടി പൊരിച്ചതാക്കിയാലോ ഒരു വെറൈറ്റിക്ക്. അതും നല്ല നെയ്പ്പത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ടായി വരുമ്പോൾ എന്താവോ അങ്ങനെ നമുക്ക് പേരിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുക്കളയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്നാലും നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ? അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? ഇത് ഏതൊക്കെ ജില്ലയെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഏതൊക്കെ ജില്ലയിലുള്ള ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് എന്നൊന്ന് അറിയാനാ. നോമ്പോറൊക്കെ ആയിട്ട് ബന്ധപ്പെടുവാനുള്ള നമ്പർ ഇതിൽ കൊടുക്കണം. ഇന്നോ നല്ല വെറൈറ്റി നോമ്പോറകൾ നിങ്ങളെ പുരയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം കേട്ടോ. ഞങ്ങൾ വന്ന് നോമ്പ് തുറന്നു തരുന്നതാണ്. ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ട് നോമ്പ് തുറന്നു തരും. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്താഴത്തിൻ്റെ ഫുഡും കൂടി നിങ്ങൾ തന്നു വിടേണ്ടി വരും. റീറ്റെയിൽ ചെറിയ രീതിയിൽ തന്നെ ചെറിയ നോമ്പ് തുറന്നിങ്ങ് പോരാ. ഓക്കെ, അതിന് വേറെ ചാർജൊന്നും ഇല്ല. എവിടെയാണെങ്കിലും അടുത്ത പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് നോമ്പ് തുറന്നു കൊടുക്കുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിനായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ കുക്കിങ്ങിലേക്ക് കടക്കാം. നല്ല ബീഫ്, ഒരു 1/2 കിലോ ബീഫ്, ഒരു 50 റുപ്യക്ക് എല്ലും വാങ്ങിക്കുക. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള കറിയാണ് ഇന്ന് വെക്കുന്നത്. അത് വെള്ളത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാണ് വെള്ളത്തിലിട്ട് ചിക്കീനി നല്ലോണം കഴുകിയിട്ട് കറി ഉണ്ടാക്കാം. അപ്പം ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകല്ലേനോ? ഉലുവ മറന്നുപോയി, ടച്ച് വിട്ടുപോയി. കുറേ ഇല്ല അടുക്കള കാര്യമായിട്ട്. അതെ എമ്മിക്കുട്ടാ പച്ചോളെ ഭാവിയിൽ കറിയൊക്കെ വെക്കണം. അലുവയും ഉലുവയൊന്നും കാണുന്നില്ലല്ലോ. എന്റെ അറ്റാപ്പിയെ ഇത് എന്താ ഒരു ടൈഗർ വിക്കറ്റ് വിട്ട് കളിക്കുന്ന? ഇനി വിക്കറ്റ് വേണോ? വിക്കറ്റ് വിട്ട് കളിക്കുന്നാനോ? അയ്യയ്യേ ഉപ്പായി ഇട്ടില്ല, അതുകൊണ്ട് അയ്യേ വയ്യാന്നല്ലേ? അപ്പോൾ നല്ല കുനകുന അരിഞ്ഞ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കുക കേട്ടോ. നല്ലോണം ഇത് വാടട്ടെ. ചൂടി വെളിച്ചെണ്ണ വാരല്ലേ? വെളിച്ചെണ്ണ മതി. നല്ല അധികം വാടണ്ടാലോ, കുക്കറായോണ്ട് അല്ലേ? വാടിയാലാണ് ടേസ്റ്റ് അല്ലേ? വാടി വരട്ടെ. പൊടിയുപ്പും കൂടെ നമുക്ക്. വാവേ, എൻ്റെ വാവക എന്തിനാ കയനെ? അതെന്തിനാ? വിക്കറ്റ് പോയി നിലത്തതാ. പോയി പോയിന്നോ നിലത്തിട്ടിട്ട്? ഇനി വെക്കണ്ട, വാപ്പി ഇളക്കിക്കോളും. വാവ അങ്ങോട്ട് പോയിച്ചോ. ഗൈസ് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി മിന്നോന്ന് വിച്ചിന്ന് വാവ. ഇത് എൻ്റെ അമ്മയെ കാറ്റോ രമ്യാവ് എൻ്റെ കരയനോ. രമ്യാവ് കരയനുണ്ടോ? രമ്യാവ് ഇവിടുന്ന് ചിക്കൻ ബീഫ് കറി വെക്കാൻ സമ്മതിക്കുന്നില്ലയോ? പയ്യനോ പയ്യനോ? പഞ്ഞു വെക്കണോ? പോലീസുകാർ പയ്യനോ? ആനോ 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 ആനോ? വേഗം പഞ്ഞോലേ, ഇപ്പം പഞ്ഞു കൊടുക്കും ഞാൻ. പഞ്ഞു വെക്കണോ? ആനോ ആനോ? പിന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ഗൈസ് അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നെയ്പ്പത്തിലാണ് കേട്ടോ. നെയ്പ്പത്തിലും ബീഫ് കറിയാണ് ഇന്ന്. നെയ്പ്പത്തിലാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് പത്തിലാവുമെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ? എന്നോ എൻ്റെ നോക്കിനെ ഇനി കഞ്ഞിക്കുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ നെയ്പ്പത്തിലിനായിട്ട് ഉള്ളത് ഇവിടുന്ന് പൊടിപ്പിച്ച അരിയാണ് കേട്ടോ. ഗ്രൈൻഡറിലൊക്കെ അരച്ചിട്ട് അതിന് ഉമ്മയൊക്കെ പണ്ട് നെയ്പ്പത്തിലൊക്കെ ചൂടൽ ഉള്ള. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആരും അരി അരക്കുന്നില്ലല്ലോ. ഇതിൽ മൈദ കൂട്ടുവാ? സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൊടി അങ്ങ് എടുക്കുക അല്ല. ഇത് ഫുള്ള് എടുക്കണ്ട ഞാൻ കുറച്ച് എനിക്ക് കോയക്കട്ടൊക്കെ വെക്കാം അല്ലേ? ഇപ്പെങ്കിലും
ഇത് ഉണ്ടാകുമൊന്നുമില്ല, അതിന് മാത്രമേ ഉള്ളൂ. എന്നാ ഫുള്ള് ഇടട്ടെ. 3 ആൾക്ക് വേണ്ടിയതാണല്ലോ. നിങ്ങൾ വിചാരിക്കണ്ട ഇത്രയും പൊടി ഇവൻ ഒറ്റക്ക് കമുത്തു വന്നു. 3 ആളുണ്ടല്ലോ, അതുകൊണ്ടാ. ഇനി പിന്നെ അത് ചെറിയ ഉള്ളി അല്ലേ ഇടണ്ടിയേ? ചെറിയ ഉള്ളി ചെറുങ്ങനെ അരിയണം. നല്ല കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെയ്പ്പത്തിരിക്കുള്ള നല്ല അരി അരച്ച് സെറ്റാക്കിക്ക്, അരച്ചല്ല കുഴച്ചിട്ട്. ശേഷം വെള്ളം കൂടി പോയി കഴിഞ്ഞോ തന്നെ അല്ലേ? മൈദ കൂട്ടുവാ? പുട്ടിനൊരു കൂട്ടണോ? ഇങ്ങനെ ആക്കി നോക്കുക, എന്താവും നോക്കാലോ. അപ്പോൾ ഗൈസ് നമ്മളെ ബീഫ് കറി അടിപൊളിയായിട്ട് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഇതാ നമ്മൾ ഇതുണ്ടാക്കാൻ പോവുകയാണ്. എണ്ണ ഇമലാക്കണം കുറച്ച്. അടുത്ത ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ. നല്ല നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ പോവാ. രണ്ട് ഭാഗം ഒരു കളറല്ലടാ, ഒരു ഭാഗത്ത് വെള്ളമാണ് ഉണ്ടാകുക. ഇമല വെച്ചാക്കുക. ഫോൺ എടുക്കലും ഇതും രണ്ടും നടക്കാത്തതുകൊണ്ട് ഇതൊരു 10 കഷ്ണം കടിച്ചു വെച്ച് ആരാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മിവാബ തിന്നതാണ് കേട്ടോ, അല്ലാണ്ട് മിന്നൊന്നല്ലേ. ഓക്കെ. മുഖിന് ഇതിൻ്റെ അകത്ത് പ്രസ് ചെയ്താൽ കറക്റ്റിങ് കിട്ടും. ഇതാ നല്ല നെയ്പ്പത്തിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇടാം. നെയ്പ്പത്തിൽ ഇതാ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്പ്പത്തിൽ നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് കൊളായതായിരുന്നു. അപ്പം അതിന് ശേഷം നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ മെനക്കെട്ടിക്കില്ല. ഏകദേശം പൊന്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കി പഠിച്ചില്ലേ, സെറ്റാണ്. അടിപൊളിയായിട്ട് നെയ്പ്പത്തിലും ബീഫ് കറിയും. പൊളി കോമ്പിനേഷൻ. നെയ്പ്പത്തിൽ നല്ലോണം പൊന്തി കേട്ടോ, സെറ്റാണ്, അടിപൊളി. എമിയാവൊക്കെ സാമ്പിൾ കൊടുക്ക് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് നമ്മളിതാ അത് കാണിച്ചു തന്നില്ല അല്ലേ, നെയ്പ്പത്തിരി നല്ലോണം ഉണ്ടാക്കിയതാ. നല്ല പൊന്തി ഒന്നിക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കി. നല്ല എന്നോടാ ഏത് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവള് വിളിച്ചായിരുന്നു. അപ്പോൾ അടുത്ത നമുക്ക് പിന്നെ തരി ഉറപ്പിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. തരി ഉറപ്പിച്ചത് ഒരു പൊരി മതി. പിന്നെ വേറൊരു ചെറിയൊരു ബ്രെഡ് പോക്കറ്റ് ഞാൻ വാങ്ങിക്കും. അതുമായിട്ട് സിമ്പിളായിട്ടുള്ള നെയ്പ്പത്തിലും ബീഫ് കറിയും റെഡി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നോമ്പോറ വിഭവങ്ങൾ കേട്ടോ. ഇനി ബാക്കിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേബിൾ മുന്നിൽ വെച്ചിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അല്ലേ ഉണ്ടാക്കാനൊക്കെ. ആൾക്കാർ കാണുമെന്നാ? അല്ല, നമ്മൾ അവസാനമായില്ലേ, കുറേ അതിൽ എടുക്കുന്നേ. അങ്ങനെയൊക്കെയാ പറയണ്ടേ അല്ലേ? നമുക്ക് ഈ ട്രിക്കൊന്നും അറിയോടാ. ആൾക്കാരോടെല്ലാം ആദ്യം അങ്ങ് തുറന്നു പറഞ്ഞു. അങ്ങനെ ആയിപ്പോയി. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ വീഡിയോയിൽ എന്തെന്നാ ഉണ്ടാവുകയെന്നെല്ലാം അങ്ങ് തുറന്നങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരു ഇളയ മനസ്സായിപ്പോയി. എന്ത് ചെയ്യാനാ? നിങ്ങൾ ഇഷ്ടം ഉണ്ടേ കാണുക, അല്ലേ അതും കേട്ട് നിങ്ങൾ പോവുക. അപ്പോൾ തരി ഉറപ്പിച്ചാണ് അടുത്ത ഉണ്ടാക്കുന്നത്. ഓക്കെ, റൈം വരുന്നുണ്ട്, ബത്തക്ക ജ്യൂസും അതൊക്കെ ആയിട്ട് അതും അങ്ങ് പറഞ്ഞു നോക്കി. എന്നാൽ പിന്നെ ഉണ്ടാക്കട്ടെ കേൾക്കാം. ഇപ്പോൾ കഴിച്ച് നല്ല തരി ഉറപ്പിച്ചതും കൂടെ ഇവിടെ റെഡിയാകുകയാണ് കേട്ടോ. ഇതൊന്നും അധികം ആളും ഉണ്ടാക്കാത്തൊരു വെറൈറ്റി സാധനം ഉണ്ട്. ഉമ്മ ഉണ്ടാക്കിയിട്ട് പഠിച്ചതാണ് നമ്മളിതൊക്കെ. തരി ഉറപ്പിച്ച് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ കജൂറൊക്കെ അതിൻ്റെ ഒരു വേറെ ടൈപ്പ് സാധനം. ഇപ്പം കഴിച്ച് ഇതാണ് കേട്ടോ നമ്മൾ നോമ്പോർ ഐറ്റംസ്. ഓക്കെ, തരി ഉറപ്പിച്ചത് ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ്. ജ്യൂസ് ഉണ്ട്, അത് ഫ്രിഡ്ജിലുള്ള. ഓക്കെ, വിചാരിച്ച് തുടങ്ങിയാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആൾ റെഡി ആയില്ല. അപ്പോൾ വീട്ടിലേക്ക് ആളെ നോക്കിയല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് പറ്റി അങ്ങനെ റെഡിയായി വന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലേനു. അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ
ഫുഡ് ഉണ്ടാക്കി തരുന്ന ആരെങ്കിലും ഉണ്ടോ? 3 നേരത്തെ ഫുഡ് അല്ല 3 നേരത്തെ നോമ്പിൻ്റെ അത്താഴത്തിനേക്കുള്ള കറിയും പിന്നെ നോമ്പ് ഉറക്കമുള്ളതെന്നൊക്കെ ഇതൊക്കെ ഇട്ട് അപ്പോൾ ഒക്കെ നിങ്ങൾ വലിയ വൈശ്യം. പിന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഇറങ്ങിയായി കഴിയുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തി എൻ്റെ റൊട്ടീനിൽ. ഞാനിപ്പം നോമ്പിന് ഇപ്പോൾ ആൾ വരുമ്പോൾ ഞാൻ തന്നെ കിച്ചണിലങ്ങ് കാര്യം ചെയ്യുക, ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നോമ്പ് ഇപ്പോൾ നമ്മളങ്ങ് കാര്യം ചെയ്യാം. അതായത് നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ, അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി ചെയ്യുക. പിന്നെ എനിക്ക് കുറച്ച് പുറത്തേക്ക് പോകാനാകുകയല്ല, കുറച്ച് കല്യാണത്തിൻ്റെ വീഡിയോ അല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനാവില്ല എന്നേ ഉള്ളൂ. അത് വിഷയമല്ല. അത് നമ്മൾ ഒരു മാസത്തേക്ക് അങ്ങ് മാറ്റുക. അതിന് നോമ്പ് കഴിഞ്ഞിട്ട് ആരെങ്കിലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിൽ നമ്മൾ പിന്നെ വീട്ടിലേക്ക് ആളവാണെന്നൊക്കെ പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെ കമൻറ്റാണ്. അതിന് മാത്രമുള്ള വരുമാനം വന്നോ? അതായത് നിങ്ങൾക്ക് ആ സാഹചര്യം വരുമ്പോൾ വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങിയിട്ടെങ്കിലും അങ്ങനെയുള്ള ഒരാളെ വെക്കും. ആ സാഹചര്യം വരാത്ത കൊണ്ടാണ് പലർക്കും അങ്ങനെ തോന്നുന്നത്. അതായത് ഇത്രയും കാലമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷത്തോളം ഇതുവരെ വേറൊരാളെ വെക്കുക എല്ലാ രീതിയിലും നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഓൾ ഇവിടുന്ന് കുക്കിങ് കാര്യമെല്ലാം ചെയ്യും, ഞാൻ ജോലിക്ക് പോകും. വരുമ്പോഴത്തേക്ക് ചോറ് കറിയെല്ലാം ആയിക്കുണ്ടാവും. അങ്ങനെ ആളങ്ങനെ പോയത്. പക്ഷെ പെട്ടെന്ന് വാവയും കൂടി വന്നപ്പോൾ വാവേനെയും ഇവിടുത്തെ കുക്കിംഗ് കൂടി ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ താഴത്ത് വന്ന കമൻറ്റുകൾ രക്ഷയില്ലേന്. അപ്പോൾ അതിപ്പോൾ നോക്കണ്ട, പല ആൾക്കാരും പല ഇതുമല്ലേ, നമ്മളോട് ആജന്മ ശത്രുക്കളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അതൊക്കെ ഇത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സഹജമാണ്. അതൊക്കെ അതിനൊക്കെ താല്പര്യമുള്ളവർ വന്നാൽ മതി ഇതിലേക്ക്. അതൊക്കെ നെഗറ്റീവൊക്കെ ഉണ്ടാവും. അതല്ല, അത്ര തന്നെ ഉള്ളൂ. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആൾക്കാരുടെ ചിന്താഗതി പോലെയല്ല. നമ്മൾ ആ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കതെന്താ എന്നൊന്ന് മനസ്സിലാവുള്ളൂ. അവരെ നമുക്കൊരു തമാശയായിരിക്കും, അല്ലെങ്കിൽ ഒരു കളിയാക്കലായിരിക്കും. നമുക്കൊന്നും ആ സാഹചര്യത്തിലൂടെ കടന്നു പോകാത്തതുകൊണ്ടാണ്. അതൊന്നും നമുക്ക് വിഷയമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കട്ടെ. എന്നാൽ ഞാനിപ്പം കൊടുക്കും. ഗൈസ്, നോമ്പ് തുറന്ന് കഴിഞ്ഞാലാണ് പണി. ഇതാ ഈ കാണുന്നതൊക്കെ കഴുകി വെക്കണം. ഓഫ്. അപ്പോൾ അതാണ് അടുത്ത പണി കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റാക്കുക. എന്താ വാവേ, എന്തിനാ നീ കരയനേ? എന്തിനാ കരയനേ? പൊന്നും കറ്റ കഴുകാൻ പോകുന്നുണ്ടോ? മെല്ലെ തുടച്ചിട്ട് ചെമ്പാദ്യം വെച്ച വെള്ളം താക്കും. നോക്കട്ടെ, കൈമ ആക്കിക്കോ, നോക്കട്ടെ, കണ്ണെരിയോ? ഇതിട്ട് താല്പര്യമുള്ള ആളുകളെ നിങ്ങളെ തന്നെ നേരിട്ട് വിളിക്കുക. ആ ഒരു രീതിയാണ് നമ്മളത്. പ്രത്യേകിച്ച് ഞാൻ 30 വയസ്സ് ഇവിടെ മൊത്തം എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. ഇതൊന്നും കണ്ട് നോക്കേണ്ടത് ചോറ് കൂറ്റുവാനുള്ളതാണ്. പൊലച്ചക്കേക്കുള്ള ചോറാണ് ഈ അടുപ്പത്തുള്ളത്. ഓക്കെ, നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ. ചായ കുടിച്ചില്ല, ചായ ആക്കി വെച്ചിരിക്കുക, നല്ല കട്ടൻ ചായ. ഓക്കെ, ഞാൻ വേഗം ഉരുക്കറ്റങ്ങ് കാര്യം നിന്നാലും എൻ്റെ ചെയ്യാ എൻ്റെ അങ്ങോട്ടെ മിയാവിൻ്റെ മീറ്റ് അങ്ങോട്ട് ഓ എനിക്ക് കുറേ വേണ്ടി വരും. ആയാ എത്ര ഗ്ലാസ് വേണോ? ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ടാവും. ഓള് ചായ മാറ്റാനും വലിയ ഡയലോഗ് വെച്ചിട്ട് പാപ്പി ചായ വെച്ച് തരാം. എനക്കും ഉണ്ടോ ചായ ചോദിക്കുന്നേ മിയാവ്? നമ്മൾ കൊക്കനോ കൊച്ചു കൊക്കനോ? എന്നാ പിന്നെ ആയിക്കോട്ടെ. ഓക്കെ, നാളത്തെ ഇനിയിപ്പോൾ അത്താഴം തൊട്ടുള്ള നാളെ വീഡിയോ എടുക്കാം. ബൈ വരാം മിയാവേ. ഒരു ബായ് അടാ. ഇനി ഉണ്ടല്ലോ ബൈ ആട്ടെ.